കത്തോലിക്കാ സഭയിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസിംഗുള ദണ്ഡവിമോചനം നേടാനൊരുങ്ങി വിശ്വാസി സമൂഹം. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ടോടെ ആരംഭിച്ച് 2-ാം തീയതി വൈകിട്ട് വരെയാണ് ദണ്ഡവിമോചനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അഭ്യർത്ഥന പ്രകാരം ഹൊണോറിയസ് 3-ാമൻ പാപ്പയുടെ കാലത്ത് ആരംഭിച്ച പോർസിംഗുള ദണ്ഡവിമോചനം നേടാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേതായി പറയുന്നത് ഓഗസ്റ്റ് 2-ന് 8 ദിവസം മുൻപ് നല്ല കുമ്പസാരം നടത്തുക. രണ്ടാമതായി ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും അനുതാപനം നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. മൂന്നാമത്തേതും അവസാനത്തേതുമായി ചെയ്യേണ്ടത് അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ഇടവക ദേവാലയത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയ ശേഷം പാപ്പയുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നാൽ കൊറോണ വ്യാപനം നിലനിൽക്കുന്നതിനാൽ സഭ നൽകിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമായോ പൂർണ്ണമായോ ആകാമെന്ന് CCC 1471 ചൂണ്ടിക്കാട്ടുന്നു. പോർസിംഗുള ദണ്ഡവിമോചനം പൂർണ്ണമായ ഇളവാണ്. നിരവധി ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിലുണ്ടെങ്കിലും ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമായ പോർസിംഗുള ദണ്ഡവിമോചനത്തിന് കാരണക്കാരനായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പോർസിംഗുളയിൽ വെച്ച് മാതാവുമായി അഗാധമായ ഭക്തി നിലനിർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ലഭിച്ച ദർശനങ്ങളുടെ വെളിച്ചത്തിനാണ് പോർസിംഗുള ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്ന അഭ്യർത്ഥന വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഹൊണോറിയോസ് പാപ്പയ്ക്ക് മുന്നിൽ വെച്ചത്. അതുവരെ കേൾക്കാതിരുന്ന സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കാൻ പാപ്പ ആദ്യം തയ്യാറായില്ലെങ്കിലും കർത്താവായ യേശുവും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പിന്നീട് അനുവദിക്കുകയായിരുന്നു. വിശുദ്ധ പത്രോസ് ചങ്ങലകൾ ഭേദിച്ച് തടവറയിൽ നിന്ന് മോചിതനായ ഓഗസ്റ്റ് 1 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തി പോർസിംഗുള ദണ്ഡവിമോചനത്തിലുള്ള തീയതി തീരുമാനിച്ചതും വിശുദ്ധ ഫ്രാൻസിസ് തന്നെയായിരുന്നു.